ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബെല്ലു ഹില്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ IT ക്വിസുമായാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് IT ക്വിസിൽ വിജയിക്കാം. ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഈ വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരു സാധാരണ 3.5 ഇഞ്ച് ഫ്ലോപ്പി ഡിസ്കിൻ്റെ വിവര സംഭരണ ശേഷി എത്ര? ഉത്തരം 1.44 MB. യാഹൂവിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം യെറ്റ് അനദർ ഹൈറാർക്കിയൽ ഒഫീഷ്യസ് ഒറാക്കിൾ. ലിനക്സിൻ്റെ ചിഹ്നമായ പെൻഗ്വിൻ്റെ നാമം എന്ത്? ഉത്തരം ടക്സ്. ടക്സ് രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം ലാറി എവിങ്. PDF-ൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. മൊബൈൽ ഉപകരണങ്ങൾക്കായുള്ള ലിനക്സ് അധിഷ്ഠിത സംവിധാനമായ ആൻഡ്രോയിഡ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏത്? ഉത്തരം ഗൂഗിൾ. സഫാരി എന്ന വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏത്? ഉത്തരം ആപ്പിൾ. സ്വതന്ത്ര വിജ്ഞാന കോശമായ വിക്കിപീഡിയയുടെ സ്ഥാപകൻ ആര്? ഉത്തരം ജിമ്മി വെയിൽസ്. ഏത് സ്ഥാപനമാണ് ഐപാഡ് വിപണിയിൽ എത്തിച്ചത്? ഉത്തരം ആപ്പിൾ. DTHൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഡയറക്റ്റ് ടു ഹോം. പ്രശസ്തമായി മാക് അല്ലെങ്കിൽ മക്കിൻടോഷ് പരമ്പരയിലെ കമ്പ്യൂട്ടറുകൾ പുറത്തിറക്കുന്ന സ്ഥാപനം ഏത്? ഉത്തരം ആപ്പിൾ. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം മാർക്ക് സക്കർബർഗ്. ജാവ എന്ന പ്രശസ്തമായ പ്രോഗ്രാമിംഗ് ഭാഷ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏത്? ഉത്തരം സൺ മൈക്രോ സിസ്റ്റംസ്. USB-യുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം യൂണിവേഴ്സൽ സീരിയൽ ബസ്. ആദ്യമായി ATM സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ലണ്ടനിൽ. ഏതു വർഷമാണ് ATM സംവിധാനം ലണ്ടനിൽ ആരംഭിച്ചത്? ഉത്തരം 1967. ലോകത്തിൽ വെച്ച് ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? ഉത്തരം ഫുഗാക്കു സൂപ്പർ കമ്പ്യൂട്ടർ. റെഡ് പാണ്ട എന്ന മൃഗത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സോഫ്റ്റ്വെയർ ഏത്? ഉത്തരം മോസില്ല ഫയർഫോക്സ്. OTTയുടെ പൂർണ്ണരൂപം എന്ത്? ഓവർ ദ ടോപ്പ്. ഇന്റർനെറ്റിലൂടെ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സിനിമ ഏത്? ഉത്തരം വിവാഹ്. വിവാഹ് പുറത്തിറങ്ങിയത് എന്ന്? ഉത്തരം 2006 നവംബർ 10. റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് വാഹനം നിർത്താതെ തന്നെ ടോൾ ബൂത്തുകളിൽ പണം അടയ്ക്കാനുള്ള സംവിധാനം എന്ത്? ഉത്തരം ഫാസ്ടാഗ്. സോഫിയ എന്ന ഹ്യൂമനോയിഡ് റോബോട്ടിനെ വികസിപ്പിച്ചെടുത്ത കമ്പനിയുടെ പേര് എന്ത്? ഉത്തരം ഹാൻസൺ റോബോട്ടിക്സ്. LED പ്രകാശം ഉപയോഗപ്പെടുത്തി ഡാറ്റ കൈമാറ്റം ചെയ്യുന്ന വയർലെസ് സാങ്കേതിക വിദ്യയുടെ പേര് എന്ത്? ഉത്തരം ലൈഫൈ. OLEDയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയഡ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമായിരുന്നു. ചോദ്യം ഇതാണ്: ബ്ലൂടൂത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ജയാബ് ഹാഡ്സൺ. ഏറ്റവും ആദ്യം ശരി ഉത്തരം അയച്ചിരിക്കുന്നത് രമ്യ വിനോദ് എന്ന അക്കൗണ്ടാണ്. രണ്ടാമതായി നിലീന MS എന്ന അക്കൗണ്ട്. മൂന്നാമതായി അമൃത വിശാഖൻ എന്ന അക്കൗണ്ടാണ്. നാലാമതായി അമേയ ലക്ഷ്മിയാണ്. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. UPIയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. HDMIയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. AMOLED എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ആക്റ്റീവ് മാട്രിക്സ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയഡ്.
ഒരു ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് സജ്ജമാക്കുന്ന പ്രവർത്തനം എന്ത്? ഉത്തരം ഫോർമാറ്റിംഗ്. ഫ്രീ സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ. ഒരു വെബ്സൈറ്റ് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന പേജ് ഏത്? ഉത്തരം ഹോം പേജ്. ഓപ്പൺ ഓഫീസിൽ ലഭ്യമായ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഏത്? ഉത്തരം ഓപ്പൺ ഓഫീസ് കാൽക്ക്. ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ നിലവിൽ വന്നത് എന്ന്? ഉത്തരം 1945. സാധാരണ ഉപയോഗിക്കുന്ന CD-ROMൻ്റെ വ്യാസം അഥവാ ഡയമീറ്റർ എത്ര? ഉത്തരം 12 സെൻറ്റിമീറ്റർ. പേഴ്സണൽ കമ്പ്യൂട്ടർ വ്യവസായം ആരംഭിച്ച സ്ഥാപനം ഏത്? ഉത്തരം ആപ്പിൾ. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ബിൽ നിലവിൽ വന്നത് എന്ന്? ഉത്തരം 2006. IT അറ്റ് സ്കൂൾ രൂപീകരിക്കപ്പെട്ടത് എന്ന്? ഉത്തരം 2000. SMPS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം സ്വിച്ച് മോഡ് പവർ സപ്ലൈ. പവർ ഓഫ് ചെയ്യാതെ ബൂട്ട് ചെയ്യുന്നതിനെ എന്താണ് പറയുക? ഉത്തരം സോഫ്റ്റ് ബൂട്ടിംഗ്. രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത എഞ്ചിനീയർ ആര്? ഉത്തരം D. ഉദയകുമാർ ധർമ്മലിംഗം. ഫിറ വേൾഡ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം റോബോട്ടിക് ഫുട്ബോൾ. ബാർകോഡ് സ്കാനർ കണ്ടുപിടിച്ച വർഷം ഏത്? ഉത്തരം 1947 ജൂൺ 26. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ക്യാമറ നിർമ്മിച്ച കമ്പനി ഏത്? ഉത്തരം കാനോൺ. ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1995. റാം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം റോബർട്ട് ഡെന്നാർഡ്. ആദ്യമായി മൊബൈൽ ഫോൺ നിർമ്മിച്ചത് ആര്? ഉത്തരം മാർട്ടിൻ കൂപ്പർ. ട്വിറ്റർ നിർമ്മിച്ചത് ആര്? ഉത്തരം ജാക്ക് ഡോഴ്സി. SMS-ന്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഷോർട്ട് മെസ്സേജ് സർവീസ്. ബ്രൗസർ ഉപയോഗിച്ച് ഇന്റർനെറ്റിൽ വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് പറയുന്ന പേര് എന്ത്? ഉത്തരം സർഫിംഗ്. IMEI എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിഫൈ. സെയ്മൂർ പാർക്ക് കുട്ടികൾക്കായി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ ഏത്? ഉത്തരം ലോഗോ. മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം? ഉത്തരം 1975. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന്? ഉത്തരം ഡിസംബർ 2. വൈറസിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. ഗൂഗിൾ രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം ലാറി പേജ്, സെർജി ബ്രിൻ. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അലൻ ട്യൂറിംഗ്. OTG കേബിളിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഓൺ ദ ഗോ കേബിൾ. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ചാൾസ് ബാബേജ്. ഹോട്ട്മെയിൽ രൂപീകരിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം സബീർ ഭാട്ടിയ. ഈ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ഉത്തരം മലപ്പുറം. ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം സെയ്മൂർ ക്രേ. ഇമെയിലിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റേ ടോമിൻസൺ. സിമ്മിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. വിക്കിപീഡിയ സ്ഥാപിച്ചത് ആര്? ഉത്തരം ജിമ്മി വെയിൽസ്
ലാറി സാങ്ങർ. എപ്പോഴാണ് വിക്കിപീഡിയ സ്ഥാപിച്ചത്? ഉത്തരം 2001. മൗസ് കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഡഗ്ലസ് എംഗൽബർട്ട്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന സാങ്കേതിക വിദഗ്ധൻ ആര്? ഉത്തരം സെയ്മൂർ ക്രേ. 1983 കമ്പ്യൂട്ടർ വൈറസ് എന്ന പദം ആദ്യമായി സംഭാവന ചെയ്ത വ്യക്തി ആര്? ഉത്തരം കോഹൻ. ഏത് ഗണിത സൂത്രവാക്യം ഉപയോഗിച്ചാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്? ഉത്തരം പേജ്റാങ്ക്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ഏത് അല്ലെങ്കിൽ എവിടെ? ഉത്തരം പട്ടം, തിരുവനന്തപുരം. കമ്പ്യൂട്ടറിൽ F1 കീ അമർത്തിയാൽ ലഭിക്കുന്നത് എന്ത്? ഉത്തരം ഹെൽപ്പ്. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ബാങ്കിംഗ് ഓഫീസ് ഏത്? ഉത്തരം HDFC. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ വിജ്ഞാനകോശം ആയി വളർന്നു കഴിഞ്ഞിരിക്കുന്ന വിക്കിപീഡിയയുടെ സ്ഥാപകൻ ആര്? ഉത്തരം ജിമ്മി വെയിൽസ്. ഇന്ത്യയിലെ ആദ്യ വെർച്വൽ യൂണിവേഴ്സിറ്റി ഏത്? ഉത്തരം ഇഗ്നോ യൂണിവേഴ്സിറ്റി. ഇന്റർനെറ്റിന്റെ ആദ്യ രൂപം എന്ത്? ഉത്തരം ആർപാനെറ്റ്. ലിനക്സ് വികസിപ്പിച്ചെടുത്തത് ആര്? ഉത്തരം ലിനക്സ് ടോർവാൾഡ്സ്. ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജെയിംസ് ഗ്ലോസിംഗ്. മൊബൈൽ സൈബർ ഫോറൻസിക് ലാബ് ആദ്യം നിലവിൽ വന്ന ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം ഡൽഹി. മലയാളം വിക്കിപീഡിയ നിലവിൽ വന്ന വർഷം? ഉത്തരം 2002. ഇമെയിൽ അഡ്രസ്സിൽ ഉപയോഗിച്ച് തുടങ്ങിയ വർഷം? ഉത്തരം 1972. BSNL 3G സേവനം ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യ നഗരം ഏത്? ഉത്തരം കോഴിക്കോട്. wikileaks.com എന്ന സൈറ്റിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം ജൂലിയൻ അസഞ്ച്. ഇന്റലിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം റോബർട്ട് നോയ്സ് ഗോൾഡൻ മൂർ. CD-യുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം കോമ്പാക്ട് ഡിസ്ക്. ജെല്ലി ബീൻ എന്താണ്? ഉത്തരം ആൻഡ്രോയിഡ് OS. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്ക് അടിസ്ഥാനമായ ഇൻഫർമേഷൻ തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ക്ലോഡി ഷാനൻ. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏതു ഭാഷയിൽ നിന്നാണ്? ഉത്തരം ലാറ്റിൻ. കമ്പ്യൂട്ടേഴ്സ് എന്ന വാക്കിൽ നിന്ന്. കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടുന്ന പേര് എന്ത്? ഉത്തരം ഡാറ്റ. കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ഏത്? ഉത്തരം കീബോർഡ്. കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ഏത്? ഉത്തരം മോണിറ്റർ. കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം എത്ര? ഉത്തരം 12. കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏത്? ഉത്തരം സ്പേസ് ബാർ. മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏത്? ഉത്തരം മിക്കി. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം മോണിറ്റർ. 1 MB അഥവാ 1 മെഗാബൈറ്റ് എന്നത് എത്ര കിലോ ബൈറ്റ് ആണ്? ഉത്തരം 1024. ആരാണ് ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത്? ഉത്തരം അലൻ ഷുഗർട്ട്. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഉത്തരം
വിൻഡോസ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം റിച്ചാർഡ് സ്റ്റാൾമാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. മറക്കാതെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസും കാണുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും IT ക്വിസിൽ വിജയിക്കാൻ സാധിക്കട്ടെ.